വരാനിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിനുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. 20 പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത്. ഡൽഹിയിലെ പട്പർദ ഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് 3 തവണ MLA ആയ മനീഷ് സിസോദിയ ഇത്തവണ ജംഗ്പുരയിൽ നിന്നാണ് മത്സരിക്കുക. പട്പർഗഞ്ചിൽ നിന്ന് അവധ് ഓജയാണ് മത്സരിക്കുന്നത്. അടുത്തിടെ BJP വിട്ട് AAPയിൽ ചേർന്ന സുരേന്ദർ പാൽ സിംഗ് ബിട്ടുവിന്റെ പേരും പട്ടികയിലുണ്ട്. ഡൽഹി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായ രാഗി വിദ്ലാനാണ് മറ്റൊരു സ്ഥാനാർത്ഥി. രാഗി മംഗോൾപുരിയിൽ നിന്ന് മാറി മാഠിപൂരിൽ മത്സരിക്കും. രാഖിയുടെ മുൻ സീറ്റ് രാകേഷ് ജാദവ് ധരം രക്ഷകിന് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്നുണ്ട്. നരേലയിൽ മത്സരിക്കുന്നത് ദിനേശ് ഭരദ്വാജ് ആണ്. തിമർപൂരിൽ സ്ഥാനാർത്ഥി സുരേന്ദർ പാൽ സിംഗ് ബിട്ടുവാണ്. നവംബർ 29-നാണ് ആദ്യ പട്ടിക പുറത്തിറക്കിയത്. കെജ്രിവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അന്തിമ രൂപം നൽകിയ 11 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയത്. 2025 ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുപ്പ്. 2020 ഫെബ്രുവരിയിൽ നടന്ന മുൻ തിരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ 62 എണ്ണവും നേടിയ AAP വൻ വിജയമാണ് സ്വന്തമാക്കിയത്. BJP കേവലം 8 സീറ്റുകളിൽ ഒതുങ്ങി. കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുകളൊന്നും തന്നെ നേടാനായില്ല. അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താത്ത MLA-മാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ആം ആദ്മി പാർട്ടി. അതാത് മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനപ്രീതിയും പ്രവേശനക്ഷമതയും, ഭരണവിരുദ്ധ വികാരം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രൗണ്ട് സർവേകളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി തീരുമാനം. ഇതുപ്രകാരം 20-ലധികം MLA-മാർക്ക് സീറ്റ് നഷ്ടപ്പെട്ടേക്കും. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ നിന്ന് 3 സിറ്റിംഗ് നിയമസഭാംഗങ്ങളെ പാർട്ടി ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട്. സർവേകളുടെയും ജനങ്ങളുടെ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് അന്തിമമാക്കുന്നത് എന്നും പല MLA-മാരും ജനപ്രിയരായി തുടരുമ്പോൾ ചില MLA-മാരിൽ അതൃപ്തിയുണ്ട് എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വമായിരിക്കും എടുക്കുക. 2020-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 70 അംഗ ഡൽഹി നിയമസഭയിൽ AAP 62 സീറ്റുകൾ നേടിയാണ് അധികാരം പിടിച്ചത്. ബാക്കി 8 സീറ്റുകളിൽ BJP-യാണ് വിജയിച്ചത്. ഇതിനുശേഷം മുൻ ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം 4 MLA-മാർ രാജിവെക്കുകയോ അയോഗ്യരാക്കപ്പെടുകയോ ചെയ്തു. അഴിമതി ആരോപണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ മന്ത്രി സത്യേന്ദർ ജെയിൻ എന്നിവർ ജയിലിലായതോടെ പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെ ഏറ്റിരുന്നു. റോഡുകൾ നവീകരിക്കുക, യമുനയെ ശുദ്ധീകരിക്കുക, നഗരത്തിലുടനീളം 24 മണിക്കൂർ തടസ്സമില്ലാതെ വെള്ളം വിതരണം ചെയ്യുക തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കാൻ AAPക്ക് കഴിഞ്ഞിട്ടില്ല.